Hi dears, welcome back to my channel. ഇന്ന് നമുക്ക് ഈ ഒരു തൂവലാണ് കിട്ടിയിട്ടുള്ളത്. ഇത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐഡിയ ആണ് ഇന്നത്തേതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് താമസിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഈ ഒരു തൂവൽ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു പെയിൻറ്റിംഗ് ആയിരുന്നു. ഇന്നത്തേതും നമ്മളൊരു പെയിൻറ്റിംഗ് തന്നെയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതുപോലൊരു തൂവൽ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ശേഷം ഞാനിവിടെ എടുക്കുന്നത് ഒരു ഡബിൾ സൈഡ് ടേപ്പാണ്. ഈ ടേബിളിലേക്കൊന്ന് ഫിക്സ് ആക്കി നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ച് വെക്കാം. ഇതിനു മുമ്പ് നമ്മൾ തൂവലിൽ ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇവിടെ കുറച്ച് പെയിൻറ്റ്, ആക്രിലിക് പെയിൻറ്റ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഡാർക്ക് ബ്ലൂ, സ്കൈ ബ്ലൂ, വൈറ്റ്, അതുപോലെ യെല്ലോ, റെഡ്, ഗ്രീൻ, ബ്ലാക്ക്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വലിയ അബദ്ധം പറ്റിപ്പോയി. എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ പെയിൻറ്റ് ചെയ്യുന്ന ആ ഒരു ഫസ്റ്റ് ക്ലിപ്പ് അങ്ങ് ഡിലീറ്റ് ആയി പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ജസ്റ്റ് ഒന്നുകൂടെ നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സ്കൈ ബ്ലൂ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഏറ്റവും മുകളിലായിട്ടുള്ള ആ ഒരു ഭാഗത്തായിട്ട് ഒരു പോയിൻറ്റഡ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഇതുപോലെ സ്കൈ ബ്ലൂ കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആകാശത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് താഴെയായിട്ട് നല്ല ബ്ലൂ കളറിലായിട്ട് ഡാർക്ക് ബ്ലൂ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ബീച്ച് രീതിയിൽ പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു മിഡിലായിട്ട് ഡാർക്ക് ബ്ലൂ കൊടുത്തിട്ട് താഴെയായിട്ട് സ്കൈ ബ്ലൂവും അതുപോലെ തന്നെ ആ ഒരു തിരമാലയുടെ പതയെ കാണിക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് കളറാണ്, വൈറ്റ് പെയിൻ്റാണ്. നമ്മൾ ജസ്റ്റ് ഡാമേജ് ആയിട്ടുള്ള ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. ശേഷം ഇതുപോലെ നമ്മൾ ആ ഒരു മണൽപ്പുറം കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബ്രൗൺ കളറാണ് വേണ്ടത്, ആവശ്യമായിട്ടുള്ളത് ലൈറ്റ് ബ്രൗൺ ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു പെയിൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഇതുപോലെ ഓറഞ്ചും ബ്ലാക്ക് പെയിൻറ്റും കൂടെ നമ്മൾ ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം വൈറ്റും കൂടി അതിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു ഷെയ്ഡ് കിട്ടുന്നതായിരിക്കും. എന്നിട്ട് ബാക്കിയുള്ള ആ ഒരു ബാലൻസ് വരുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു പെയിൻ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എത്ര നമുക്കിനി ഇപ്പം പെയിൻറ്റ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള പെയിൻറ്റിങ്ങൊക്കെ നമുക്ക് ബിഗിനേഴ്സിനൊക്കെ പ്രത്യേകിച്ച് ഒട്ടും അറിയാത്തവർക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഇതിനു മുമ്പായിട്ടും പെയിൻറ്റിങ് വീഡിയോകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവുകയാണ് വേണ്ടത്. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം ഇതുപോലൊരു ബ്രഷ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിനെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വിടർത്തി കൊടുത്ത ശേഷം നമ്മൾ ഗ്രീൻ പെയിൻ്റാണ് എടുക്കുന്നത്. അത് ലൈറ്റ് ഗ്രീനോ ഡാർക്ക് ഗ്രീനോ അതെന്ത് വേണേലും ആവാം. കുറച്ച് ഒരുപാട് അങ്ങ് ഡാർക്ക് ആവാത്തതായിരിക്കും നല്ലത്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ചെടികളൊക്കെ സൈഡിൽ നിൽക്കുന്ന ആ ഒരു രീതിക്ക് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് എടുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് പെയിൻറ്റും കൂടി അതിനോടൊപ്പം തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മളിപ്പോൾ എടുത്ത ആ ഒരു ഗ്രീൻ പെയിൻറ്റും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനൊരു നല്ലൊരു ഹൈലൈറ്റ് രീതിയിൽ കാണുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ താഴെയായിട്ടുള്ള ഭാഗത്ത് നമ്മൾ ഇതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സൈഡിലായിട്ട് മരങ്ങളൊക്കെ നിൽക്കുന്ന ആ ഒരു രീതിക്ക് ഒരു തെങ്ങോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു രീതിക്ക് നമുക്ക് ഇനി പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് പെയിൻ്റാണ് ഫസ്റ്റ് എടുക്കുന്നത്. ബ്ലാക്കും പിന്നെ സൈഡിൽ ആ ഒരു വൈറ്റ് പെയിൻറ്റും കൂടെ വരുന്ന രീതിക്കാണ് നമ്മൾ ഈ മരത്തിൻ്റെയൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ നമുക്ക് ലീഫൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെയുള്ള ക്രാഫ്റ്റ് അതുപോലെ തന്നെ ആർട്ട്പരമായിട്ടുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഞാൻ തീർച്ചയായിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മൾ താഴെയായിട്ട് ഈ ഒരു ലൈറ്റ് ഗ്രീനും കൂടെ ഒന്നുകൂടി കൊടുക്കുന്നുണ്ട്.
ഇനി ഇതാ ഈ താഴെയായിട്ട് ഈ ഒരു ഗ്രീൻ കളർ നമ്മൾ കൊടുത്തല്ലോ ആ ഒരു ചെടിയുടെ രീതിക്ക്. അപ്പോൾ അവിടെയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ റെഡോ അതുപോലെ തന്നെ യെല്ലോ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്, നമുക്ക് ഫ്ലവേഴ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ഈ തിരമാലയുടെ ഈ ഒരു പത വരുന്ന ഭാഗമാണ് കേട്ടോ. അവിടെ ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ആ ഒരു മണലിൻ്റെ ഭാഗം ഒന്നുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പെയിൻറ്റ് തന്നെ ജസ്റ്റ് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ അതേ നമ്മൾ ഫ്ലവറിന് മുന്നേ ചെയ്തിരുന്നല്ലോ ആ ഒരു റെഡും യെല്ലോയും ഒക്കെ, അത് ഓവറായിട്ട് ആയി പോകാനായിട്ട് പാടില്ല പെയിൻറ്റ്. അങ്ങനെയായാൽ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഗ്രീൻ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതേ ഏറ്റവും മുകളിലായിട്ട് പക്ഷികൾ പറന്നു പോകുന്ന ആ ഒരു രീതിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ബ്ലാക്ക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഫൈനലി നമുക്ക് ക്യാമലിൻ്റെ പിക്ചർ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല ഗ്ലേസിങ് ആയിട്ട് നല്ല രീതിയിൽ ഇരിക്കുന്നതായിരിക്കും. അത് നമ്മൾ മിക്ക ക്രാഫ്റ്റ് ഷോപ്പുകളിലെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫൈനലി ആ ഒരു ടേപ്പിൽ നിന്ന് വിട്ടെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ തൂവലിലെ കടൽ കാഴ്ച? എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നതിന് പ്രതീക്ഷിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ചെയ്തോളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. താങ്ക്